ഇപ്പോൾ ഒരുപാട് കാലം ബി ജെയിംസിൻ്റെ പൊതുപ്രവർത്തകൻ എന്നുള്ള ജീവിത വഴികളിൽ ഒരു പത്രപ്രവർത്തകൻ്റെ മേലങ്കി അണിഞ്ഞ് ഇതിന് സാക്ഷ്യം വഹിച്ച പി ജെയിംസ് കൂടി നമുക്കൊപ്പം ശരിയാണ്. പി ജെയിംസ് ജനനായകനായ VS അച്യുതാനന്ദന് വിടവാങ്ങുമ്പോൾ വലിയൊരു കാലഘട്ടത്തിനാണ് ഇവിടെ തിരിശില വീഴുന്നത്. തീർച്ചയായിട്ടും SKN VSനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ പലപ്പോഴും VSനോട് ചോദിച്ചിട്ടുണ്ട്, ഈ നീട്ടിയും കുറുക്കിയുമുള്ള സംസാരം. ആദ്യ കാലഘട്ടങ്ങളിൽ VSനെ കളിയാക്കാനാണ് എല്ലാവരും അത് ഉപയോഗിച്ചിരുന്നത്. VS ഈ നീട്ടലും കുറുക്കലും കുറച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ചിരിച്ചുകൊണ്ട് തനി നാടൻ മട്ടിൽ പച്ച മനുഷ്യനെ പോലെ പറഞ്ഞു, പിക്ക് അറിയോ, ഞങ്ങളൊക്കെ ഇത് തുടങ്ങിയത് യാസ്പിൻ വാൾ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നു, വലിയ അക്ഷരജ്ഞാനമുള്ളവരല്ല. അവരോട് സംസാരിക്കുമ്പോൾ അത്യാവശ്യം ഒരു കലാപരിപാടി എന്ന രീതിയിലൊക്കെ സംസാരിച്ചാലേ ആൾക്കാർ കേട്ടിരിക്കുകയുള്ളൂ. അന്ന് ഈ തൊഴിലാളികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തുടങ്ങി വെച്ചതാണ് ഈ നീട്ടിയും കുറുക്കിയുമുള്ള എൻ്റെ സംസാരം. അത് ഇച്ചിരി അരോചകമാണെന്ന് എൻ്റെ പ്രിയ പത്നി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും ഞാൻ അത് VSനോട് വസുമതി അമ്മ തന്നെ ഈ പരാതി അതൃപ്തിയും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ VS അന്ന് അതൊരു നെഗറ്റീവായിട്ട് പറയപ്പെട്ടിരുന്നെങ്കിൽ പിന്നീട് അത് മിമിക്രിയിലൊക്കെ വലിയ തരത്തിൽ അത് സംസാരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല VSൻ്റെ ഒരു ട്രേഡ് മാർക്കായിട്ട് അത് മാറി. ശക്തവും വ്യക്തവുമായ എന്നൊക്കെ പറയുന്നത് ഒരു എന്താ പറയുക നാടിൻ്റെ തന്നെ വാക്കായിട്ട് മാറുന്ന തരത്തിലേക്ക് എത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് SKN. ഒപ്പം തന്നെ VS നടത്തിയ പോരാട്ടങ്ങൾ ഒരുപക്ഷെ ഓൾഡ് മാൻ ആൻഡ് ദ സീയിലെ കിഴവൻ സാന്റിയാഗോ തിമിംഗലത്തിനെതിരെയൊക്കെ പോരാടുന്ന പോലെ യു ക്യാൻ കിൽ മീ ബട്ട് കനോട്ട് ഡിഫീറ്റ് മീ, നിങ്ങൾക്കെന്നെ കൊല്ലാം പക്ഷേ കീഴ്പ്പെടുത്താനാവില്ല എന്ന മനുഷ്യൻ്റെ ഏറ്റവും ശക്തമായ പോരാട്ടത്തിൻ്റെ പ്രതീകമാണ് VS എന്ന് പറയേണ്ടി വരും. കാരണം VSനെ പോലെ ഒരാൾ വേറെ ഇല്ല. VS അന്ന് 32 പേരോടൊപ്പം ഇറങ്ങി വന്നപ്പോൾ VS പറഞ്ഞു, ഞങ്ങളെ പിടിച്ച് ജയിലിലിടും, ഇനിയൊരു പാർട്ടി പ്രസ്ഥാനം, അന്ന് ഇങ്ങനെ ഇത്രയും ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ കഴിയുമെന്നൊന്നും സ്വപ്നത്തിൽ കഴിയാത്തൊരു കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ ജീവിച്ചത്. അദ്ദേഹത്തോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, SKN അങ്ങൊരു സ്റ്റാലിനിസ്റ്റ് ആണെന്ന് ആരോപണമുണ്ടല്ലോ, വെട്ടി നിരത്തിൽ കാരനാണെന്ന് പറയുന്നുണ്ടല്ലോ. ചോദ്യം വലിയ ഇഷ്ടപ്പെട്ടില്ല, എന്നാലും അന്ന് സൂര്യ TV ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയതാ. TV ഇൻ്റർവ്യൂവിന് വരാറില്ല. അപ്പോൾ അങ്ങനെ സമയത്ത് VS പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്നെ ആക്ഷേപിക്കാനായി എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞത്, നമ്മുടെ ശരീരത്തിൽ കയ്യിൽ അർബുദം ബാധിച്ചാൽ കൈ വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ അത് ശരീരത്തെ മുഴുവൻ ബാധിക്കും. പാർട്ടിയാവുന്ന ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ നടത്തുന്ന പോരാട്ടങ്ങളെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ വെട്ടിനിരത്തൽ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുന്ന ഒരു ക്ലാസിക് മറുപടിയാണെന്ന് VS പറഞ്ഞത്. അപ്പോൾ VSൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള ധാരണകൾ ഉണ്ടായിരുന്നു. തോൽക്കുമ്പോഴൊന്നും VS ഒരു തരത്തിലും കീഴടങ്ങിയിരുന്നില്ല. കാരണം അദ്ദേഹം പല സ്ഥലങ്ങളിലും പരാജയപ്പെട്ടിരിക്കുമ്പോൾ നേരിട്ട് പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അത് ജയിക്കുമ്പോഴും തോൽക്കുമ്പോഴും ഒരേ മനോഭാവത്തോടെയാണ് VS ഇതിനെയൊക്കെ കണ്ടുകൊണ്ടിരുന്നത് SKN. അപ്പോൾ ഈ തരത്തിൽ സമരം തന്നെ ജീവിതം എന്ന തൻ്റെ പുസ്തകത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ളൊരു ജീവിതമാണ് VSനുള്ള. ഇവിടെ AKGയെ കുറിച്ച് എല്ലാവരും പറഞ്ഞു SKN. AKG പാവങ്ങളുടെ പടത്തലവനായിരുന്നു. അതിനെക്കുറിച്ച് VS പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു. MN ഗോവിന്ദൻ നായർ പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലത്ത് AKG അമരാവതിയിൽ സമരത്തിനിരുന്നപ്പോൾ ഭയങ്കര ക്ഷുഭിതനായി വന്ന് MN വന്ന് പറഞ്ഞു അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം AKGയെ. അന്ന് ഏറ്റവും ചെറുപ്പക്കാരനായിട്ട് കൂടെ ഉണ്ടായിരുന്ന MNൻ്റെ കൂടെ നിന്നുകൊണ്ട് VS അടക്കമുള്ള സഖാക്കൾ വാദിച്ചു, AKGയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ പിന്നെ ഈ പ്രസ്ഥാനം കാണില്ല, സഖാവ് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി സെക്രട്ടറിയെ വിലക്കിയതിൽ അന്ന് VS ഉണ്ടായിരുന്നു. അന്ന് VS വളരെ ചെറുപ്പമായിരുന്നു. പക്ഷേ AKG ഇതുപോലെ വേലിക്കകത്ത് നിന്ന് പോരാടിയ ആളല്ല. അതുപോലെ തന്നെ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നും പോരാട്ടം വേലിക്ക് പുറത്തായിരുന്നു. വേലിക്കെട്ടുകളെയോ കൊത്തളങ്ങളൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നേറിയ ഒരു പാരമ്പര്യമാണ് VSനുള്ളത്. VS ഒന്നിനെയും കൂസിയിട്ടില്ല. മുമ്പിൽ എന്താണോ ശരിയെന്ന് തോന്നിയത് അതിൻ്റെ മുമ്പിൽ VS പോരാടി നിന്നു. അത് മലയാളിയുടെ പോരാട്ട വീര്യത്തിൻ്റെ പ്രതീകമായിരുന്നു SKN.